ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. കഴിഞ്ഞ ക്ലാസ്സിൽ ദ റൈറ്റ്സ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് എന്ന പാഠത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു. ഇനി അതിൻ്റെ ബാക്കിയാണ് എടുക്കാനുള്ളത്. പേജ് നമ്പർ 82. മൈ വൈഫ് സെഡ്, എൻ്റെ ഭാര്യ പറഞ്ഞു. ദ ജാക്ക് ഫ്രൂട്ട് ഹാസ് റൈപ്പൺ, സ്ക്വയറൽ ആൻഡ് ക്രൗസ് ആർ ഫീസ്റ്റിംഗ് ഓൺ ഇറ്റ്. പ്ലാവിലുള്ള ചക്ക, വരിക്കച്ചക്ക, ആ വരിക്കച്ചക്ക പഴുത്തത് അണ്ണാനും കാക്കയുമൊക്കെ തിന്നുന്നു. ദ ഗുവാസ് ആൻഡ് മാംഗോസ്, ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ഈറ്റിംഗ് അപ്പ് എവറിത്തിങ്. പേരയ്ക്കയും മാമ്പഴവുമെല്ലാം പക്ഷികളും വവ്വാലുകളും ചേർന്ന് കൊണ്ടുപോകുന്നു. ബട്ട് ദറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. അതാണല്ലോ അതിൻ്റെ രസം. ഐ റിപ്ലൈഡ്, ഞാൻ മറുപടി നൽകി. God has created variety of things in this universe. ഈ ഭൂമിയിൽ, ഈ ഗോളത്തിൽ കോടാനക്കോടി ജീവികളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്, വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ്, എഡിബിൾ, റൂട്ട്സ്, ഗ്രാസ്, ക്രൈൻ, ഫ്ലവർ, വാട്ടർ, എയർ, വാംസ് ആൻഡ് ലൈറ്റ്. പഴങ്ങളും കിഴങ്ങുകളും ധാന്യങ്ങൾ, പുല്ല്, പുഷ്പങ്ങൾ, വെള്ളം, വായു, പിന്നെ ചൂടും വെളിച്ചവും എല്ലാം ദൈവം പടച്ചിട്ടുണ്ട്. നൗ വൈൽ വി ആർ ദ ഓണേഴ്സ് ഓഫ് ദിസ് ലാൻഡ്, വിത്തൗട്ട് എ ഡൗട്ട് ദ ബേർഡ്സ്, ബീറ്റ്സ്, റെപ്റ്റിൽസ് ആൻഡ് ഇൻസെക്ട് ടു ഹാവ് എ റൈറ്റ് ടു ദിസ് തിങ്സ് ജസ്റ്റ് ആസ് വി ഹാവ്. എന്നാൽ ഭൂമിയിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാം അവകാശികളാണ്. അതായത് ജീവികൾക്കും, ഇവിടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെ അവകാശവും ജീവികൾക്കും ഉണ്ട്. ജന്തുക്കളും മൃഗങ്ങളും പക്ഷികളും കൃമികീടങ്ങളും വൃക്ഷങ്ങളും ചെടികളും മറ്റും എല്ലാവർക്കും അതിൻ്റെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും അവകാശമുണ്ട്. ഏതുപോലെ നമുക്ക് അവകാശമുള്ളതുപോലെ തന്നെ അവർക്കും അവകാശമുണ്ട്. God has made them for all the creators and we had better remember that occasionally. ഈ ഒരു പരമാർത്ഥം, മറ്റ് ജീവികൾക്കും ഇവിടെയുള്ള വസ്തുക്കളുടെയൊക്കെ അവകാശമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. Are you saying rats have a right as well? എലിക്കും ഇവിടെ അവകാശമുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? മൈ വൈഫ് സെഡ്, ആസ്ക്ഡ്, എൻ്റെ ഭാര്യ ചോദിച്ചു. They don't seem to think we human have any. They go about as though the earth belong to them, she said. നമുക്കിവിടെ ഒരു അവകാശവുമില്ലെന്നാണ് അവ ചിന്തിക്കുന്നത് എന്ന് തോന്നുന്നു. എന്നിട്ടോ, they go about as though the earth belong to them. അവ ചിന്തിക്കുന്നത് ഈ ലോകം അവരുടേത് മാത്രമാണ് എന്ന് ആണ്. അവരുടെ വെപ്പ്, അവരുടെ രീതി ആ ഒരു രൂപത്തിലാണ്. ഷീ സെഡ്, അവൾ പറഞ്ഞു. സോ വി ഗോ അറൗണ്ട് കില്ലിങ് ദം. അതുകൊണ്ട് അവയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ഹൗ സാഡ് ദാറ്റ് വി കിൽ റാറ്റ്സ് ടു ലെറ്റ്സ് അവർ ഓൺ ലൈഫ് അൺഡിസ്റ്റർബ്ഡ്. എത്രയോ വേദനാജനകമായ കാര്യമാണ് നമുക്ക് ഒരു ശല്യവുമില്ലാതെ ജീവിക്കാൻ അവയെ കൊന്നൊടുക്കുക എന്നുള്ളത്. ആ എലികളെ ഒരു ശല്യവുമില്ലാതെ, നമുക്ക് ശല്യവുമില്ലാതെ ജീവിക്കാൻ വേണ്ടി അവരെ കൊല്ലുക എന്നുള്ളത്, അത് വളരെ സാഡ്, വളരെ വേദനാജനകമാണ്. What we need is a new scientific way of living, a new way that helps us to live without killing any living creature. ശാസ്ത്രീയമായൊരു ജീവിതമാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം. ഒരു ജീവിയെയും ഉപദ്രവിക്കാതെ ജീവിക്കാനുള്ള മാർഗം. എനിവേ, ഐ ഹാഡ് നോ ടേസ്റ്റ് ഫോർ കില്ലിങ് റാറ്റ്സ് ഓർ എനിത്തിങ് എൽസ്. എന്തായാലും എനിക്ക് എലികളെ കൊല്ലാൻ താല്പര്യമില്ല. എലികളൊന്നല്ല, ഒരു ജീവിയെയും കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല.
While that was so, however, I had to do something soon about our coconuts. ഇങ്ങനെയാണെങ്കിലൊക്കെ തേങ്ങ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. We needed them. They formed a part of our daily food. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യൽ അത്യാവശ്യമാണ്. They formed a part of our daily food. നമുക്ക് തേങ്ങ വേണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, ഡെയിലി ഫുഡിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ബട്ട് വാട്ട് കുഡ് ഐ ഡു? ഐ വണ്ടേർഡ്. പക്ഷേ എന്ത് ചെയ്യണം? വൈ ഐ വാസ് സ്റ്റിൽ വണ്ടറിങ്, മൈ വൈഫ് ഡിസൈഡഡ് ടു ടേക്ക് തിങ്സ് ഇൻ ടു ഹെർ ഓൺ ഹാൻഡ്സ് വൺ ഡേ. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കെ ഭാര്യ അവളുടേതായ വഴിയിൽ ചില തീരുമാനങ്ങൾ എടുത്തു. എന്തായിരുന്നു ആ തീരുമാനം? ഷീ വെന്റ് ഷോപ്പിംഗ് ഫോർ 2 hours ആൻഡ് ബോട്ട് മെനി തിങ്സ്. 2 മണിക്കൂർ ഷോപ്പിംഗ് കഴിഞ്ഞ് അവൾ പലതും വാങ്ങിച്ചു കൊണ്ടുവന്നു. വൺ വാസ് എ ലാർജ് ടിൻ ഓഫ് റാറ്റ് പോയ്സൺ. അതിൽ കൂട്ടത്തിൽ ഒരു വലിയ ടിന്ന് നിറയെ എലിവിഷമുണ്ടായിരുന്നു. ദ പോയ്സൺ വാസ് മിക്സഡ് വിത്ത് ബനാനാസ്, റൈസ്, ടാപ്പിയോക്ക ആൻഡ് ലെഫ്റ്റ് എവ്രിവെയർ ഇൻ ദ കോമ്പൗണ്ട്. എന്നിട്ട് ആ വിഷം പഴത്തിലും ചോറിലും കപ്പയിലുമെല്ലാം ചേർത്ത് പുരയിടത്തിൻ്റെ എല്ലായിടത്തും മുക്കിലും മൂലയിലും ഒക്കെ വെച്ചു. ഇൻ 4 days 5 hens, 12 squirrel, 200 rats and a cat disappeared. അതിൻ്റെ കാരണമായിട്ട് 5 കോഴികൾ, 12 അണ്ണാൻ, 200 എലികൾ, പിന്നെ ഒരു പൂച്ച. വെറും 4 ദിവസത്തിനുള്ളിൽ എല്ലാം അപ്രത്യക്ഷമായി പോയി. ബട്ട് ദ ടെൻഡർ കോക്കനട്ട് വെൻറ്റ് ഓൺ ഫാളിങ്. പക്ഷെ കരിക്കിൻകുല വീണുകൊണ്ടേയിരുന്നു. എവ്രി വൺ നൗ അക്യൂസ്ഡ് ദ ഓൾ. എല്ലാവരും അപ്പം മൂങ്ങകളെ പഴിച്ചു. ദ പീക്ക് അറ്റ് ദ ടെൻഡർ കോക്കനട്ട്സ്. അവയാണ് കരിക്ക് കൊത്തിയിടുന്നത് എന്ന് അവരിങ്ങനെ പറഞ്ഞു. എ ഫ്യൂ മന്ത്സ് ലേറ്റർ ഹവർ ദ റിയൽ കൾപിറ്റ്സ് വെർ ഫൗണ്ട് ഔട്ട്, ദ ബാറ്റ്സ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയാനായത്. ആരായിരുന്നു യഥാർത്ഥ പ്രതി? ദ ബാറ്റ്സ്, വവ്വാലുകളായിരുന്നു. ആഫ്റ്റർ ഡസ്ക് ഹ്യൂജ് ബാറ്റ്സ് കെയിം ഇൻ സൺ ആൻഡ് ഫ്ലൂ സ്ട്രൈറ്റ് ടു ദ പാം വെർ ദ ടെൻഡർ കോക്കനട്ട് ഹങ്. സദ്യക്ക് കഴിയുമ്പോൾ കടവാവലുകൾ കൂട്ടത്തോടെ കരിക്കിൻ കുലയിലേക്ക് പറന്നു വരും. എന്നിട്ട് അതിലിങ്ങനെ പറ്റിപ്പിടിച്ച് കിടന്ന് അത് ക്ലിങ്കിങ് ടു ദ ഔട്ടർ കവറിങ് ഓഫ് ദ കോക്കനട്ട്സ്, ദ gnawed into them from the softest sides at the top. അതിങ്ങനെ പറ്റിപ്പിടിച്ചെന്ന് അതിൻ്റെ മുകളിലെ ആ മൃദുവായ ഭാഗത്ത് കൂടി കരളാൻ തുടങ്ങും. എന്നിട്ടോ അതിൻ്റെ അകത്തെ ആ മധുരമുള്ള പോഷകമുള്ള ആ വെള്ളം ഇങ്ങനെ കുടിക്കും. When they had cut through the kernel within, they sucked on the sweet nourishing water stored inside and flew away satisfied. അങ്ങനെ അവരത് കരണ്ട് അതിലുള്ള വെള്ളമൊക്കെ കുടിച്ച്, നല്ല മധുരമുള്ള വെള്ളം കുടിച്ച് അവർ സന്തോഷത്തോടെ തിരിച്ചു പോകും. ഇതായിരുന്നു അവരുടെ പരിപാടി. അപ്പോൾ ഈ സമയത്ത് ലെറ്റ്സ് ബൈ എ ഗൺ, സെഡ് മൈ വൈഫ്. നമുക്ക് ഒരു തോക്ക് വാങ്ങാം, ഭാര്യ പറഞ്ഞു. വി ക്യാൻ ഷൂട്ട് ദ ബാറ്റ്സ്, ദ ഫോക്സസ് ആൻഡ് ദ പോൾകാറ്റ്സ് വിത്ത് ഇറ്റ്. അതുകൊണ്ട് വാവലുകളെയും കുറുക്കനെയും പനമരുവിനെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നമുക്കൊരു തോക്ക് വാങ്ങാമെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. നോട്ട് മീ, ഐ സെഡ്. ഞാനില്ല എന്ന് മറുപടി പറഞ്ഞു. ഗൺ ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്. തോക്ക് കണ്ടുപിടിക്കണ്ടില്ലേ എന്ന് എനിക്കെന്ന് തോന്നി. ബട്ട് അലാസ്, എ ഫ്യൂ ഡേയ്സ് ലേറ്റർ മൈ വൈഫ്സ് കസിൻ ടേൺഡ് അപ്പ് വിത്തിൻ എ ക്രീം ലുക്കിംഗ് ഗൺ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ ഭാര്യയുടെ കസിന് ഒരു ഭയങ്കര തോക്കുമായി വന്നു. അദ്ദേഹം പറഞ്ഞു, നിയർലി 3000 കോക്കനട്ട്സ് ആർ ഡിസ്ട്രോയിഡ് എവറി ഡേ. ദിവസവും നശിക്കുന്നത് 3000-ഓളം തേങ്ങകളാണ്. ദീസ് ബാറ്റ്സ് ആർ ദ പെറ്റ്സ്.
ബട്ട് ദർ ഈസ് നോ പോയിൻ്റ് ഇൻ ഷൂട്ടിംഗ് ബാറ്റ്സ് ഡൗൺ അറ്റ് ദിസ് സ്പോട്ട്. എന്നാൽ ഇവിടെ വെടിവെച്ചിട്ടൊരു കാര്യവുമില്ല. ഇവിടുന്ന് വെടിവെക്കാൻ കഴിയില്ല. നല്ല സ്പോട്ട് ഇവിടെ ഇല്ല. One little islets nearby stand on old temple. ഇവിടെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. ഒരു പുരാതനമായൊരു പുരാതനമായൊരു ക്ഷേത്രമുണ്ട്. തുരുത്തിൽ ഒരു പുരാതനമായ ക്ഷേത്രമുണ്ട്. നെക്സ്റ്റ് ടു ഇറ്റ് ഗ്രോൺ എ പെയർ ഓഫ് ബനയൻ ട്രീ. അവിടെ ഒരു ജോഡി ആൽമരങ്ങൾ വളരുന്നുണ്ട്. You can see at least 3,000 bats hanging on the twigs on a banyan trees. I'm going to kill them all. അതിനടുത്ത് അടുത്തുള്ള ആലുകളിൽ അതിൻ്റെ കമ്പുകളിലായിട്ട് 3,000 വാവലുകളാണ് തൂങ്ങിയിരിക്കുന്നത് കാണാം. I'm going to kill them all. ഞാൻ അവയെല്ലാം കൊല്ലാൻ പോവുകയാണ്. I prayed fervently, oh bats save your life. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, വാവലുകളെ രക്ഷപ്പെട്ടുകൊള്ളുക. ഇറ്റ് വാസ് അസ്റ്റോണിഷിങ്. ഇറ്റ് വാസ് എ മിറാക്കിൾ. ദ ബാറ്റ്സ് were saved. അത്ഭുതം തന്നെ, വാവലുകളൊക്കെ രക്ഷപ്പെട്ടു. മൈ വൈഫ് ആൻഡ് ഹെർ കസിൻ came back in about 2 hours time looking really scared. എന്നാൽ ഏതാണ്ട് 2 മണിക്കൂറും രണ്ട് ഭാര്യയും കസിനും 2 മണിക്കൂർ കഴിഞ്ഞ് അവരിങ്ങനെ തിരിച്ചു വരാണ്. പേടിയോടുകൂടി ഭയത്തോടു കൂടിയാണ് അവർ തിരിച്ചെത്തിയത്. മൈ വൈഫ് സെഡ് വി ജസ്റ്റ് മാനേജ്ഡ് ടു എസ്കേപ്പ് നാരലി. എൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ദർ ആർ സം ഹൗസസ് അറൗണ്ട് ദ ടെമ്പിൾ. ആ ക്ഷേത്രത്തിന് ചുറ്റും കുറച്ച് വീടുകളുണ്ട്. വെൻ വി അറൈവ്ഡ് അറ്റ് ദ പ്ലേസ് 100 people with weapons surrounded us within minutes. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ, തോക്കുമായി എത്തിയ സമയത്ത് തന്നെ മിനിറ്റ്സുകൾക്കകം ഞങ്ങൾക്ക് ചുറ്റും 100 കണക്കിന് ആളുകൾ ആയുധവും എടുത്തു വന്നു. They looked menacing. If we shoot at the bats, they said, they would kill us. നിങ്ങൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബാറ്റ്സിനെ വെടിവെച്ചാൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലുമെന്ന് അവർ പറഞ്ഞു. ഡു യു നോ വൈ? അതെന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞത്? എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയോ? ദേ ബിലീവ് ദാറ്റ് ബാറ്റ്സ് ആർ ദ സോൾ ഓഫ് അവർ ദെയർ ആൻസസ്റ്റേഴ്സ്. അവിടെയുള്ള പൂർവികരുടെ ആത്മാക്കളാണ് ആ തൂങ്ങിക്കിടക്കുന്ന ആവലുകൾ. I took a decision then. I said firmly, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, bats are no ancestors of ours. വാവലുകൾ ഒരിക്കലും നമ്മുടെ പൂർവീകരാവില്ല. But they are among God's countless creations. അത് ദൈവത്തിൻ്റെ എണ്ണമറ്റ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി മാത്രമാണ്. Let the coconut be destroyed. തേങ്ങ വേണമെങ്കിൽ നശിച്ചോട്ടെ, കരിക്ക് വേണമെങ്കിൽ നശിക്കട്ടെ. That doesn't matter. അത് ഒരു പ്രശ്നമല്ല, സാരമില്ല. That doesn't matter. Let us be satisfied with what is left after they have taken their share. അവർ എടുത്തതിൻ്റെ ബാക്കി കിട്ടുന്നത് മതി നമുക്ക്. They certainly have a right to the coconuts. All living beings are the rightful inheritors of the earth. അപ്പോൾ ദൈവസൃഷ്ടിയിലെ തെങ്ങുകളിലെ കരിക്കുകളിൽ വാവലുകൾക്ക് അവകാശമുണ്ട്. എല്ലാ ജീവികൾക്കും, all living beings are the rightful inheritors of the earth. എല്ലാ ജീവികൾക്കും അവരുടെ ഭൂമിയിൽ അവകാശമുണ്ട് എന്നൊരു വലിയൊരു സത്യം ആണ് ഈ ചെറുകഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം, ആൻസർ ചെയ്യാനുള്ളതാണ്. Why did the God create a variety of things in this universe? എന്തിനാണ് ഗോഡ് ധാരാളം വെറൈറ്റിയായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ, ഈ കോളങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്? എന്തിനാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്? എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിലുള്ള
ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ക്രിയേഷന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. വൈ ഡിഡ് ദ ഓതർ തിങ്ക് ഓഫ് എ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്? എന്തുകൊണ്ടാണ് ഒരു സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്ങിനെ കുറിച്ച് ഓതർ ചിന്തിക്കാനുള്ള കാരണം? ഓതറിൻ്റെ ചിന്ത എന്താണ്? ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഭൂമിയിൽ അവകാശമുണ്ട്. എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയിട്ടാണ്, എല്ലാ ജീവികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഭൂമി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ജീവിയെ കൊല്ലുന്നത് അത് പാപമാണ്. അപ്പോൾ ഒരു ജീവിയെ കൊല്ലാതെ തന്നെ സയൻറ്റിഫിക്കായിട്ട് ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തണം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചത്. ഹൂ ആർ ദ ഡിസ്ട്രോയിങ് ദ കോക്കനട്ട്സ്? ആരായിരുന്നു കോക്കനട്ട് നശിപ്പിച്ചിരുന്നത്? വളരെ എളുപ്പമാണല്ലേ. 9. ദ ഗൺ ഈസ് എ സിമ്പിൾ ഓഫ് ക്രുവാലിറ്റി. വാട്ട് ഡസ് ദ ഓതർ സേ അബൌട്ട് ഗൺസ്? തോക്ക് എന്ന് പറയുന്നത് ഒരു ഭീകരതയുടെ, അക്രമത്തിൻ്റെ ഒരു സിംബലാണ്. ഓതർ എന്താണ് ഗണ്ണിനെ കുറിച്ച് പറഞ്ഞത്? ഗണ്ണ് നല്ല പവർഫുള്ളാണ്, അത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേർ ദ ബാറ്റ്സ് ഫൗണ്ട് ഇൻ ലാർജ് നമ്പേഴ്സ്? എവിടെയാണ് ബാറ്റ്സിനെ കൂടുതൽ കണ്ടെത്തിയത്? 11. വൈ ഡിഡ് ദ പീപ്പിൾ നോട്ട് അലോ ദം ടു കിൽ ദ ബാറ്റ്സ്? എന്തുകൊണ്ടാണ് ജനങ്ങൾ ബാറ്റ്സിനെ കൊല്ലാൻ സമ്മതിക്കാതിരുന്നത്? അവരുടെ വിശ്വാസം ആ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ അവരുടെ പൂർവികരാണ്, ആൻസിസ്റ്റേഴ്സാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതിയിട്ട് വിട്ടുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.